ഈടായിട്ട് ഏത് നേരവും മൊബൈലിലാണല്ലോ. എന്തു പറ്റി? എന്നെ ആർക്കും ഇവിടെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് സ്വയം ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാ. വഴക്കിടാൻ വേണ്ടി വന്നതാണോ? ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ? നിങ്ങൾക്ക് സ്വസ്ഥതയില്ലെന്ന് എനിക്കറിയാം. ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കാം. ഈ ലോകത്തെ അല്ല നിങ്ങളിപ്പോ. ഇതാണ് നിന്റെ കുഴപ്പം, സംശയം. ആദ്യം ഈ സംശയം ഒന്ന് നിർത്തും, അപ്പൊ എല്ലാം ശരിയാവും. എന്റെ സംശയം മാറണമെങ്കിൽ പലതിന്റെ ഉത്തരം എനിക്ക് കിട്ടണം. അതൊന്നും കൃത്യമായിട്ട് തരുന്നില്ലല്ലോ. ചോദിച്ചോ, എന്തിന്റെ ഉത്തരവാ നിനക്ക് വേണ്ടത്? ആരാ ഈ മാലിനി? ഏത് മാലിനി? എത്ര മാലിനിമാരെ നിങ്ങൾക്കറിയാം? ഇനി ഫോട്ടോ കണ്ടാലേ തിരിച്ചറിയുമെന്നാണെങ്കിൽ അതുകൊണ്ട് എന്റെ കയ്യിലുണ്ട്. ഓ, മാലിനി. അവളെന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. കുറെ നാളിന് ശേഷം യാദൃശികമായി കണ്ടുമുട്ടി. എവിടെ വെച്ച്? മിഷൻ ഹോസ്പിറ്റലിൽ വെച്ച്. അവിടെ എന്തിനാ നിങ്ങൾ പോയത്? പോയി. അതിനൊരു കാരണം കാണുമല്ലോ. കാരണമൊന്നുമില്ല. ഞാനൊരു ഡോക്ടറാ. എനിക്കെന്താ, ആശുപത്രി പോയിക്കൂടെ? ശരി, അവിടെ വെച്ച് പഴയ കോളേജ് മേറ്റിനെ കണ്ടു. എപ്പോഴും എന്തിനാ ആ കോളേജ് മേറ്റിന്റെ ഒപ്പം നടക്കുന്ന? എപ്പോഴൊന്നുമില്ല അക്ഷര, വല്ലപ്പോഴും. മാലിനിക്ക് ഈ സിറ്റി ഒന്നും പരിചയമില്ല. അവൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതൊരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കിഷ്ടമല്ലത്. അപ്പോഴോ? എന്തുകൊണ്ട് ഇഷ്ടമല്ല? സംശയം കൊണ്ടല്ലേ? ആ സംശയം മാറ്റണമെന്നാ ആദ്യം തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഭർത്താവ് ചെയ്യാൻ പാടില്ല. ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ഭാര്യയും ചെയ്യരുത്. ആദ്യം നിന്റെ മനസ്സൊന്ന് നേരെയാക്ക്, അപ്പൊ തന്നെ പാതി ശരിയാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. ഞാനൊരു പൊട്ടി പെണ്ണൊന്നും അല്ല. എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ അക്ഷര. കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പോഴും എന്നെ അനുസരിക്കാൻ തയ്യാറല്ല അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എന്നെ അനുസരിക്കേ. ശരി, ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ഉള്ളിലെ അനാവശ്യ സംശയങ്ങൾ മാറ്റണം. ഞാൻ സംശയിക്കുന്നതാണോ പ്രശ്നം? അത് തന്നെയാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് ആവശ്യമില്ലാത്തൊരു വഴക്കിന് തീരെ താല്പര്യമില്ല. നിന്നാടാ, നീങ്ങ് വന്നേ. സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം അതോട്ട് കയറിയാൽ മതി. ഉണ്ട്. എവിടെ? ഇതല്ലല്ലോ ഇവിടുന്ന് കൊണ്ടുപോയത്. പണിക്കര് ആ സ്വർണം തിരിച്ചു തന്നില്ല. ഇത് എന്റെ കാശ് കൊണ്ട് വാങ്ങിയ പുതിയ സ്വർണം. ബില്ല്. എവിടെ കൊണ്ടുപോയി വേണേലും ഇതിന്റെ മാറ്റി പരിശോധിക്കാം. പിന്നെ ഞാനറിയാതെ ആർക്കെങ്കിലും ഈ വളയെ ഊരിക്കൊടുത്താ? ഇല്ല, കൊടുക്കില്ല. ഈ വളഞ്ഞ വഴിക്ക് മൂക്കെ പിടിക്കുന്ന നിന്റെ ഈ സ്ഥിരം പരിപാടിയുണ്ടല്ലോ, അത് നിന്റെ കൈ വെച്ചാ മതി. മേലാ ഇത്ര ഉടായിപ്പോയിട്ട് ഈ വഴിക്ക് എങ്ങാനും വന്നാ ഈ കുടുംബം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇതിനൊക്കെ മുൻകൈ എടുത്തത്. അയ്യോ, നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിൽ വേണ്ട. നശിച്ച് നാറാണക്കൽ വരുമ്പോ എല്ലാരും മനസ്സിലാക്കിക്കോളും. എടാ, എന്റെ കുടുംബം നശിച്ച നിനക്കെന്നാടാ?
ഈ കുടുംബത്തിന്റെ ആണിക്കല്ല് പറിച്ചെടുത്ത നീയല്ലേ? സുധി, നിത്യമോള്, ഏറ്റവും അവസാനം എന്റെ പാർവതി. ഇതിന്റെ എല്ലാം പിന്നിൽ നീയല്ലേ? ആ ദേവിക പറയുന്നതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം നുണയായിരുന്നു എന്ന് അച്ഛന് മനസ്സിലാവും. അതേടാ മോനെ, ഇവൻ പാവമാ. കണ്ടില്ലേ, സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് നീ പറഞ്ഞപ്പോ അവൻ എനിക്ക് സ്വർണം വാങ്ങിക്കൊണ്ട് തന്നത്. നിനക്കിഷ്ടമല്ലെങ്കിൽ ഇവനായിട്ട് പൂജ നടത്തണ്ട. നീ തന്നെ അതിന് മുൻകൈയെടുക്ക്. നിത്യമോളെ നമുക്ക് പറ്റിയൊരു സ്ഥലത്ത് എത്തിക്കണ്ടേ മനോഹര? അവളുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ശരിയാണോ? എന്റെ മോടെ ആത്മാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേവിക മോളും കണ്ടിട്ടില്ല. കണ്ടത് നിങ്ങൾ രണ്ടുപേരും മാത്രം. ഇവൻ കാണുന്നതിന് തക്കതായ കാരണം അവളുടെ ജീവൻ പിച്ചിച്ചിന്തവനോടുള്ള പ്രതികാരം. അതുകൊണ്ടാ അവൾ ഇവന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഞാൻ കണ്ടതോ? ഇവന് കൂട്ടു നിൽക്കുന്നോണ്ട് അമ്മയും കണ്ടത്. ഇവൻ ശരിയല്ലെന്ന് ഇനിയെങ്കിലും അമ്മ മനസ്സിലാക്കും. അങ്ങനെ എപ്പോ മനസ്സിലാക്കുന്നോ അപ്പൊ നിത്യയുടെ ആത്മാവ് അമ്മയുടെ അടുത്തേക്ക് വരാതാവും. ശരിയാണോ ശരത്ത് മോനെ? എന്റെ മുത്തശ്ശി ഇതെല്ലാം അവള് പറഞ്ഞു കൊടുത്തല്ലേ. എന്നെ ഇവിടുന്ന് എങ്ങനെയും പുറത്ത് കളയണം, അതാ അവരുടെ ലക്ഷ്യം. ഞാൻ നിത്യ സ്നേഹിച്ചു പോകും, ഈ വീട്ടിലുള്ളവരെ സ്നേഹിച്ചു പോകും. ആ ഒരൊറ്റ കാരണം കൊണ്ടാ അപമാനം മുഴുവനും സഹിച്ചും ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം വരും മുത്തശ്ശി. അന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവും ഞാനായിരുന്നു ശരിയെന്ന്. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. പാവം എന്റെ കുട്ടി. പാവം. അവസാനം ആ വരൂ സാർ. എന്താ ഈ വഴിക്ക്? ഇരിക്കൂ. അമ്മേ, ചായ എടുക്കും. ആ വേണ്ട, അതിനൊന്നുമല്ല ഞങ്ങൾ വന്നത്. ദേവികയില്ലേ നിങ്ങളുടെ മോള്, അവളെ ഒന്ന് വിളിക്ക്. മോളിവിടെ ഇല്ലല്ലോ. എന്നാ അവൾ വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന്. ഈ പകയും പ്രതികാരമൊക്കെ അവൾക്ക് മാത്രമല്ല എനിക്കും പറ്റുമെന്ന് കൂടി പറഞ്ഞേക്ക്.